ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വേറൊരു നല്ല വീഡിയോ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനെക്കുറിച്ച് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അത്ര നല്ലൊരു വീഡിയോ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിനു മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യാറുണ്ടോ? ഇല്ല, ചെയ്യാറില്ല. അതാണ് സത്യം. ഞാൻ വെറുതെ പറയുന്നു. നമ്മളൊന്നും വേണ്ടല്ലോ, വലിയ വലിയ ആൾക്കാരുണ്ടല്ലോ, നമ്മളൊന്നും വേണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു നല്ല കാര്യമാണ്. അപ്പോൾ ഞാനത് നിങ്ങളൊന്ന് കാണിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കി തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു കാര്യം. അപ്പോൾ അതൊന്ന് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ആ ഒരു വീഡിയോയിൽ ഒരു കാറുകാരൻ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് വരുന്നത് കാണുമ്പോൾ ആ ലോറിക്കാരൻ ചെയ്ത് നിങ്ങൾ കണ്ടായിരുന്നു. ഒരു അസാർട്ട് ലൈറ്റ് ഇട്ടിട്ട് ബ്ലിങ്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതായത് കേരള എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ കാറുകാരനത് മനസ്സിലായി എന്താണ് സംഭവം, എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേരള എന്ന് ആ കാറുകാരന് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ വണ്ടി ഓവർടേക്ക് ചെയ്ത് പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അല്ല, വേറെ വണ്ടി കയറി പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ എത്ര നല്ല കാര്യമാണ് ആ ഡ്രൈവർ ചെയ്തതെന്ന് നിങ്ങൾ കണ്ടില്ലേ. കാരണം അത്ര വലിയ വണ്ടി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. വേറെ വണ്ടി സൈഡിൽ കൂടെ കയറി പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല ഓവർടേക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു പുള്ളി ആ ചെയ്ത് കൊടുത്തതൊരു വളരെ നല്ല കാര്യമാണ്. എന്നിട്ട് ആ വണ്ടി പോയതിന് ശേഷം കയറ്റി വിടുകയും ചെയ്തു. അപ്പം അത്രയും നന്നായിട്ട് ഈ ഹെവി ഡ്രൈവർമാർക്ക് മാത്രമാണ് നമ്മളെ കെയർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മളൊക്കെ ഭയങ്കര ഹാഷായിട്ട് ഡ്രൈവ് ചെയ്യുള്ളൂ, കാറായാലും ബൈക്കൊക്കെ ആയാലും. അവരത്ര നന്നായിട്ട് നമ്മളെന്ന് വെച്ചാൽ അവർ പ്രൊഫഷണൽ ഡ്രൈവേഴ്സാണ്. അതുകൊണ്ടാണ് അവർക്ക് ആ പ്രൊഫഷണാലിറ്റി ഉള്ളത്. നമ്മളെത്ര തന്നെ ചെയ്താലും അത്ര വരില്ല. അപ്പോൾ അവർ അടിപൊളിയാണ്. അവരെ എപ്പോഴും നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് നിർത്തേണ്ട ആൾക്കാരാണ്. അവരാണ് ഡ്രൈവിങ്ങിലെ ഏറ്റവും മാസ്റ്റർ ബ്രെയിൻ. ഞാനൊക്കെ വെറുതെ ആവറേജ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയണ കാരണം എൻ്റെ ഡ്രൈവിങ് അത്ര മോശമാണ്. അപ്പോൾ അവരൊക്കെയാണ് ഏറ്റവും അടിപൊളി ഡ്രൈവേഴ്സ്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഹാൻഡ്സ് ഓഫ് ചെയ്യുക. അവരാണ് ഈ റോഡിലെ ഏറ്റവും സേഫസ്റ്റ് ഡ്രൈവേഴ്സ് എന്നാണ് എൻ്റെ ഒരു കുറച്ച് പേരുണ്ട്. അവരെ കുറിച്ചാണ് ഞാൻ പറയണത്. അവർ ഏറ്റവും കൂടുതൽ സേഫസ്റ്റ് ഡ്രൈവേഴ്സ് അവർ തന്നെയായിരിക്കും. കാരണം അത്രയും ഒന്നാമത് ആൾക്കാരെ ക്യാരി ചെയ്തുകൊണ്ട് തന്നെ, അതായത് പാസഞ്ചേഴ്സ് ക്യാരി ചെയ്യണതും പിന്നെ നമ്മുടെ തിങ്സ് ക്യാരി ചെയ്ത് പോകുന്നവരൊക്കെ വളരെ സേഫസ്റ്റ് ഡ്രൈവേഴ്സാണ്. അപ്പോൾ അവർ നമ്മളെപ്പോഴും ചുരം കയറുമ്പോൾ എപ്പോഴും ആയാലും അവരെ ഭയങ്കര കെയർ ചെയ്യുക, അവർക്കുള്ള സ്പേസ് കൊടുക്കുക. പോവുകയാണെങ്കിൽ അവർ നമ്മളെ കെയർ ചെയ്യും, അവർ നമുക്കും സ്പേസ് തരും യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ. അപ്പോൾ അവരൊന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കീപ്പ് ചെയ്ത് ഡ്രൈവ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ നല്ല നല്ല കണ്ടൻസുമായിട്ട് ഞാൻ തിരിച്ച് പിന്നെയും വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ബൈ.